വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. കോട്ടയത്തെ നവജാത ശിശു വിൽപ്പന കേസിലെ പ്രതികൾ അസം സ്വദേശിനിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. കുട്ടിയെ വിൽക്കുന്നുണ്ടോ എന്ന പ്രതികളുടെ ചോദ്യത്തിന് ഇല്ലെന്ന് അസം സ്വദേശിനി മറുപടി നൽകി. കുട്ടിയെ വിറ്റാൽ 2 ലക്ഷം രൂപ തരാമെന്ന് വാട്സ്ആപ്പ് ചാറ്റിൽ പറയുന്നുണ്ട്. സ്കാനിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെ കണ്ടതിന് ശേഷമാണ് പ്രതികൾ ഗർഭിണികളെ കേരളത്തിലെത്തിക്കുന്നത്. അഖിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാട്സ്ആപ്പ് ചാറ്റ് തന്നെ കൃത്യം തെളിവാണല്ലേ? തീർച്ചയായും അസം സ്വദേശിയോട് ഇത്തരത്തിൽ, അതായത് ആദ്യം ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകി. ഈ വാട്സ്ആപ്പ് നമ്പർ മുഖാന്തരം ഈ യുവതിയോട് സംസാരിക്കുന്നു. കുട്ടിയെ വിൽക്കാൻ തയ്യാറുണ്ടോ, താങ്കൾക്ക് എന്ത് തരത്തിലുള്ള സഹായമാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ച ശേഷം 2 ലക്ഷം രൂപ കുട്ടിയെ വിൽക്കുകയാണ് നൽകാമെന്ന് പറഞ്ഞു. അവർക്ക് സഹായം വേണം, അതായത് ഗർഭിണി പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് ഇവിടെ വിൽപ്പന നടത്താൻ കഴിയുന്നു തോന്നിയതിന് പിന്നാലെയാണ് യുവതി ഇവിടുന്ന് മാറുന്നത്. അതിൽ കൃത്യമായി കാര്യങ്ങളിൽ തന്നെ, അതായത് പണം ഇത്ര രൂപ നൽകാമെന്ന് പറയുന്നു. സ്കാനിംഗ് റിപ്പോർട്ട്, അത് 7 മാസമല്ലേ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നത്, അതിന്റെ സ്കാനിംഗ് റിപ്പോർട്ട് അയക്കൂ, ആധാർ കാർഡ് അയക്കൂ, നിങ്ങളുടെ ഫോട്ടോ അയക്കൂ, അതായത് ആളെ കണ്ട് ബോധ്യപ്പെട്ട ഇയാൾ യഥാർത്ഥത്തിലുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ട് ഈ സ്കാനിംഗ് റിപ്പോർട്ടുകൾ കണ്ട് അതിലെല്ലാം പരിശോധിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് പ്രതികൾ, അതായത് ഗർഭിണിയാണെന്ന് കൃത്യമായി ഉറപ്പിക്കുന്നു, സ്കാൻ റിപ്പോർട്ടുകൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവർ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ആധാർ കാർഡ് അടക്കം ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആധാർ കാർഡ് അടക്കം ചോദിക്കുന്നുണ്ടാണ്. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ഈ കാര്യങ്ങൾ അറിയുന്നത് ഒരു പക്ഷേ ഇത് കൊടുക്കുവാൻ തീരുമാനിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും. കുഞ്ഞിന്റെ ആരോഗ്യനില ഇതാണ്, കൃത്യമാണെന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായി ചാറ്റ് ചെയ്ത് ഒപ്പം ഈ പെൺകുട്ടി, അതായത് അസം സ്വദേശിനായി 22 വയസ്സുകാരിക്ക് ഈ നാട്ടിൽ നിന്ന് എന്നും പുറപ്പെടുന്നു. വരുന്ന വഴിക്ക് വരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. കോട്ടയത്ത് എവിടെ ഇറങ്ങണമെന്ന് പറയുന്നു. അതിനുശേഷം കോട്ടയത്ത് ഇറങ്ങിയ ശേഷം ഈ അർജുന്റെ പങ്കാളിയുമായിട്ടുള്ള അർഷിതയും ചേർന്നുകൊണ്ടാണ് ഈ യുവതിയെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തത്. ഏത് ട്രെയിനിലാണ് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമാക്കും. അതായത് ഒരു ആളെ കണ്ട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു, അതിനുശേഷം പിന്നീട് വാട്സ്ആപ്പ് നമ്പർ കൊടുത്ത് തുടർച്ചയായി ചാറ്റുകൾ നടത്തി കൃത്യമായി എവിടെ വരുന്നു, ഏത് വഴി വരുന്നു എന്ന് കൃത്യമായി ഫോളോ അപ്പ് അടക്കം ചെയ്തുകൊണ്ടാണ് ഇവർ നാട്ടിലേക്ക് എത്തിക്കുന്നതും ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിനിത, തുടർന്നുള്ള മറ്റ് കേസുകളും സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. ശരി, അന്വേഷണത്തിന്റെ വിശദാംശങ്ങളാണ് അഖിലും രാഹുൽ സുരേഷും ഉൾപ്പെടെയുള്ളവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിർണായക വിവരങ്ങളാണ് ഈ നവജാത ശിശു വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന ഒരു റാക്കറ്റിന്റെ പ്രവർത്തനം തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.